രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിച്ച വയനാട് മണ്ഡലത്തിൽ ഇത്തവണ മുന്നണികൾക്കായി പ്രചരണം നയിക്കാനെത്തുന്നത് ദേശീയ നേതാക്കളുടെ വമ്പൻ നിരയാണ്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി നൽകാൻ ഇടതുമുന്നണി ചൊവ്വാഴ്ച കൽപ്പറ്റയിൽ മഹാറാലി നടത്തും. കെ സുരേന്ദ്രന് വോട്ട് അഭ്യർത്ഥിക്കാൻ BJPയുടെ ദേശീയ നേതാക്കളും വയനാട്ടിലെത്തും. പ്രചാരണത്തിന് സ്ഥാനാർത്ഥിയില്ലെങ്കിലും UDF ഒട്ടും മോശമല്ലാത്ത മുന്നേറ്റം മണ്ഡലത്തിൽ നടത്തുന്നുണ്ട്. MLA-മാരും സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെയുള്ളവരാണ് വീട് കയറിയും കുടുംബസംഗമങ്ങളിലും പങ്കെടുത്തും രാഹുൽ ഗാന്ധിക്കായി പ്രചാരണം നടത്തുന്നത്. യുവാക്കൾക്കിടയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ യുവ ന്യായ് പദ്ധതിയിലെ ഉറപ്പുകൾ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സ്ട്രീറ്റ് വിത്ത് രാഹുൽ ഗാന്ധി എന്ന പരിപാടിയുമായി യൂത്ത് കോൺഗ്രസും രംഗത്തിറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളും വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിക്കായി വോട്ടഭ്യർത്ഥിക്കാൻ മണ്ഡലത്തിലെത്തും. രാഹുലിന്റെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ നേതാക്കൾ മണ്ഡലം കേന്ദ്രീകരിക്കുന്നത്. ഇടതു സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണവും മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. വോട്ടർമാർക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ആനി രാജയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥിയെത്തി വോട്ടർമാരെ നേരിൽ കാണുന്ന LDFന്റെ പതിവ് രീതിക്ക് ഇത്തവണയും മാറ്റമില്ല. ഗൃഹസന്ദർശന പരിപാടികളിലും കുടുംബയോഗങ്ങളിലും വരെ സ്ഥാനാർത്ഥി പങ്കെടുത്തു. നേരത്തെ പ്രചാരണത്തിനിറങ്ങിയെന്നതാണ് ആനി രാജയ്ക്ക് ലഭിക്കുന്ന മുൻതൂക്കം. D രാജയും വൃന്ദാകാരട്ടും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും പ്രചാരണം നയിക്കാൻ വയനാട്ടിലെത്തും. ചൊവ്വാഴ്ച കൽപ്പറ്റയിൽ മഹാറാലിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിയാണ് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയതെങ്കിലും പ്രചാരണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രമുഖരെ സന്ദർശിച്ചും കോളനികളിലും തോട്ടം മേഖലകളിലും കേന്ദ്രീകരിച്ചാണ് മുഖ്യമായും പ്രചാരണം നടക്കുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് സുരേന്ദ്രന് വേണ്ടി ആദ്യം രംഗത്തിറങ്ങിയ ദേശീയ നേതാവ്. പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കൾ വരുമെന്നത് NDA ക്യാമ്പിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇനിയുള്ള ഒരാഴ്ചക്കാലം ദേശീയ നേതാക്കളുടെ പരസ്പര പോരാട്ടത്തിനാവും വയനാട് മണ്ണ് സാക്ഷ്യം വഹിക്കുക. രതീഷ്, അമൃത ന്യൂസ്, വയനാട്.